നമസ്കാരം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ ഒക്കെ പെട്ടെന്നുണ്ടാകുന്ന അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് ചെറിയ തുകകളോ വലിയ തുകകളോ ഒക്കെ കടം വാങ്ങുന്നതും കൊടുക്കുന്നതും തികച്ചും സാധാരണമായ ഒരു കാര്യമാണ്. നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കോ, ഇനി എന്തെങ്കിലും അസുഖങ്ങൾ സംഭവിച്ച ആശുപത്രി ആവശ്യങ്ങൾക്കോ, ഇനി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് ബാങ്കുകളെ ആശ്രയിക്കാൻ സമയമില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ അടുത്തേക്കാണ്. വ്യക്തികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുറത്താണ് ഇത്തരം പണമിടപാടുകളൊക്കെ നടക്കുന്നത് എങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു നിയമവശം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു കാര്യം പലരും വിസ്മരിക്കാറുണ്ട്. കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെ കർശനമായ നിയമങ്ങളനുസരിച്ച് പണമായിട്ട്, അതായത് ക്യാഷ് ആയിട്ട് കൈമാറുന്ന ഇത്തരം വായ്പകൾക്ക് വ്യക്തമായിട്ടുള്ള പരിധികളുണ്ട്. ഈ പരിധി ലംഘിച്ചാൽ വായ്പ നൽകിയ ആളും വാങ്ങിയ ആളും തമ്മിലുള്ള ബന്ധം എത്ര വലുതാണെങ്കിലും ആദായ നികുതി നിയമപ്രകാരം കനത്ത സാമ്പത്തിക പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ ആദായ നികുതി നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെക്ഷൻ 269SS. ഈ നിയമപ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് 20,000 രൂപയോ അതിൽ കൂടുതലോ തുക പണമായിട്ട് കടം വാങ്ങാനോ നിക്ഷേപമായിട്ട് സ്വീകരിക്കാനോ പാടുള്ളതല്ല. ഒറ്റത്തവണയായി 20,000 രൂപ വാങ്ങുമ്പോൾ മാത്രമല്ല ഈ നിയമം ബാധകമാകുന്നത്, മറിച്ച് പ്രധാനമായും 3 സാഹചര്യങ്ങളിൽ ഈ നിയമലംഘനം സംഭവിക്കാം. ഒന്നാമതായിട്ട് ഒറ്റത്തവണയായി 20,000 രൂപയോ അതിൽ കൂടുതലോ പണമായി വാങ്ങുമ്പോൾ. രണ്ടാമതായി പുതുതായി പണം വാങ്ങുന്ന ദിവസം അതേ വ്യക്തിയിൽ നിന്ന് മുൻപ് വാങ്ങിയ വായ്പയുടെ ബാക്കി തുക, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് 20,000 രൂപയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഈ നിയമപരിധിയിൽ വരും. ഇനി മൂന്നാമതായിട്ട് മുൻപ് വാങ്ങിയ തുകയും പുതുതായിട്ട് പണമായി വാങ്ങുന്ന തുകയും കൂട്ടിയാൽ മൊത്തം തുക 20,000 രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ ഈ നിയമത്തിൻ്റെ ലംഘനമായിട്ട് കണക്കാക്കപ്പെടും. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ നിയമലംഘനം കണ്ടെത്തിയാൽ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 271D പ്രകാരം നിങ്ങൾ എത്ര രൂപയാണോ പണമായിട്ട് കടം വാങ്ങിയത് അതിന് തുല്യമായ തുക 100% പെനാൽറ്റി തന്നെ പിഴയായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും എന്നതാണ്. ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാതെ നേരിട്ട് 1,00,000 രൂപ കൈപ്പറ്റിയാൽ 1,00,000 രൂപ തന്നെ പിഴയായിട്ട് നൽകേണ്ടി വരും. പലരുടെയും ഇടയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് കുടുംബാംഗങ്ങൾ തമ്മിലോ സ്വന്തം അച്ഛനമ്മമാരിൽ നിന്നോ ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ ജീവന തുല്യമായ സുഹൃത്തുക്കളിൽ നിന്നോ വാങ്ങുന്ന പണത്തിന് ഈ നിയമം ബാധകമല്ല എന്നത്. എന്നാൽ നിയമത്തിൻ്റെ മുന്നിൽ വായ്പ നൽകുന്നത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ പങ്കാളിയോ അടുത്ത സുഹൃത്തോ ആര് തന്നെ ആയാലും ഒരുപോലെയാണ് പരിഗണിക്കുന്നത്. പണം കൈമാറുന്ന വ്യക്തികൾ തമ്മിലുള്ള രക്തബന്ധമോ സൗഹൃദമോ അല്ല ഇവിടെ പരിശോധിക്കപ്പെടുന്നത്, മറിച്ച് പണം കൈമാറാൻ നിങ്ങൾ ഉപയോഗിച്ച രീതി, അതായത് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ മാത്രമാണ്. വ്യക്തിപരമായ അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും 20,000 രൂപയ്ക്ക് മുകളിലുള്ള തുക പണമായി വാങ്ങിയാൽ അത് നിയമവിരുദ്ധമായിട്ട് മാറും. വായ്പ വാങ്ങിയ ആൾക്ക് മാത്രമല്ല, നൽകിയ ആളുടെ സാമ്പത്തിക ഉറവിടം, സോഴ്സ് ഓഫ് ഇൻകം വ്യക്തമാക്കാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെടുകയും പണത്തിൻ്റെ സ്രോതസ്സ് തെളിയിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നൽകിയ ആൾക്കെതിരെ കനത്ത നികുതിയും അപ്രതീക്ഷിത നിയമ നടപടികളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത്തരം വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസുകളുമൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗം മാത്രമാണുള്ളത്. 20,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാത്തരം സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായിട്ടും ബാങ്കിങ് ചാനലുകൾ വഴി മാത്രം നടത്തുക. അക്കൗണ്ട് പേയ് ചെക്കുകൾ, ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ, അതായത് DD അല്ലെങ്കിൽ ഡിജിറ്റൽ മാർഗങ്ങളായിട്ടുള്ള RTGS, NEFT, IMPS, ഭീം UPI, നെറ്റ് ബാങ്കിങ് എന്നിവയിലൂടെ മാത്രം പണം കൈമാറുക. വലിയ തുകകളുടെ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വെറുതെ പണം കൈമാറുന്നതിന് പകരം കൃത്യമായ പ്രോമിസറി നോട്ടുകളോ വായ്പ കരാറുകളോ ലോൺ അഗ്രിമെൻറ്റ്സ് അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളോ സൂക്ഷിക്കുന്നത് ഭാവിയിൽ ഇൻകം ടാക്സ് നോട്ടീസുകൾ വന്നാൽ നിയമപരമായിട്ട് കൃത്യമായ മറുപടി നൽകാൻ നിങ്ങളെ സഹായിക്കും. ബാങ്ക് സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്ത വിദൂര ഗ്രാമങ്ങളിലോ ബാങ്ക് അവധിയുള്ള ദിവസങ്ങളിലോ ഒക്കെ നടത്തുന്ന വളരെ പ്രത്യേകതയുള്ള ചില ഇടപാടുകൾക്ക് നിയമത്തിൽ ചെറിയ ഇളവുകളൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിലും അത് അടിയന്തര സാഹചര്യമായിരുന്നു എന്ന് തെളിയിക്കേണ്ട പൂർണ്ണമായ ബാധ്യത നികുതിദായകന് മാത്രമായിരിക്കും. ആദായ നികുതി നിയമത്തിലെ 2 പ്രധാന സെക്ഷനുകളായിട്ടുള്ള 269SS, 269ST എന്നിവ തമ്മിൽ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 269SS എന്ന നിയമം വായ്പകൾക്കും അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾക്കും മാത്രമാണ് ബാധകമെങ്കിൽ സെക്ഷൻ 269ST എന്നത് പൊതുവായ എല്ലാത്തരം പണമിടപാടുകൾക്കും ബാധകമായ ഒന്നാണ്. ഈ നിയമപ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ദിവസം പണമായി സ്വീകരിക്കാവുന്ന പരമാവധി തുക 2,00,000 രൂപയാണ്. ഒരൊറ്റ ദിവസത്തിലോ ഒരൊറ്റ ഇടപാടിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ചടങ്ങുമായി ബന്ധപ്പെട്ടോ 2,00,000 രൂപയോ അതിൽ കൂടുതലോ പണമായി വാങ്ങാൻ പാടുള്ളതല്ല. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, സ്വർണ്ണക്കച്ചവടം, കൺസൾട്ടൻസി ഫീസുകൾ, ബിസിനസ് പേയ്മെൻറ്റുകൾ തുടങ്ങിയ പൊതുവായ എല്ലാ മേഖലകൾക്കും ഈ 2,00,000 പരിധി കർശനമായി ബാധകമാണ്. ഈ നിയമം ലംഘിച്ചാൽ സെക്ഷൻ 271D പ്രകാരം പണം കൈപ്പറ്റിയ വ്യക്തിക്ക് വാങ്ങിയ തുകയ്ക്ക് തുല്യമായ തുക പിഴയായിട്ട് ചുമത്തപ്പെടും. നമ്മൾ രഹസ്യമായി കൈമാറുന്ന പണമിടപാടുകൾ ആദായ നികുതി വകുപ്പ് എങ്ങനെ അറിയുമെന്നാണ് പലരും ചിന്തിക്കാറുള്ളത്.
എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ച് ബാങ്കുകളിലെ വൻതോതിലുള്ള ക്യാഷ് ഡെപ്പോസിറ്റുകൾ, വസ്തുവകകളുടെയൊക്കെ തന്നെ രജിസ്ട്രേഷൻ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഉയർന്ന മൂല്യമുള്ള ബിസിനസ് ഓഡിറ്റുകൾ, വാർഷിക വിവര റിപ്പോർട്ടുകൾ, അതായത് SFT സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്നിവയിലൂടെയൊക്കെ തന്നെ വകുപ്പിന് ഇത് എളുപ്പത്തിൽ കണ്ടെത്താനാകും. സോ ഈ നിയമത്തിൽ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില പ്രത്യേക മേഖലകൾക്ക് സർക്കാർ ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നത് ഏറെ ആശ്വാസകരമാണ്. സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കിംഗ് കമ്പനികൾ, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകൾ, അതുപോലെ തന്നെ സഹകരണ ബാങ്കുകൾ എന്നിവയിൽ നടത്തുന്ന ഇടപാടുകൾക്ക് ഈ പരിധികൾ ബാധകമല്ല. കൂടാതെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ബാങ്കിംഗ് സൗകര്യമില്ലാത്ത 2 കർഷകർ തമ്മിൽ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് നടത്തുന്ന പണമിടപാടുകൾക്കും ഈ നിയമത്തിൽ നിന്ന് പൂർണ്ണമായ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ പണം പിഴയായി നഷ്ടപ്പെടാതിരിക്കാൻ എപ്പോഴും ഡിജിറ്റൽ അല്ലെങ്കിൽ ബാങ്കിംഗ് ചാനലുകളെ മാത്രം ആശ്രയിക്കുന്നതാണ് ബുദ്ധി. സോ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണിത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിലേക്കും എല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുവാനും മറക്കരുത്. Please subscribe our channel.